ഇത് ബാക്ക് സൈഡായിട്ട് നല്ല പാടാണ്. അപ്പോൾ ചുമ്മാ രാവിലെ കിണറ്റ് ഒന്ന് വെയിലായപ്പോൾ ഇറങ്ങിയതാണ്. ഇതൊക്കെ കണ്ട് ഇവിടെ ഒരു സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. നല്ല കാറ്റ്, എന്താ പറയുക, നല്ല പച്ചപ്പ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആ കാണുന്നത് ഞാറ് പാവി വെച്ചിരിക്കുക, മീൻസ് ഞാറ് നട്ട് വെച്ചിരിക്കുക കേട്ടോ. അതായത് ഇനി അവിടെ അത് കുറച്ച് മുളച്ച് വന്നിട്ട് അത് പറിച്ചിട്ട് നമ്മളിവിടെയൊക്കെ നടും. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒന്നും അധികം ഇതാവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി അതൊരു ഇത്ര ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പറിച്ചിട്ട് നമ്മളിവിടെയൊക്കെ നടും. അപ്പോൾ എന്താ പറയുക, 1 2 3 4 പാടം നമുക്ക് ഈ ഞാറ് കൊണ്ട് നട്ട് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, പോകുന്ന വഴിക്ക് നിറച്ച് മാങ്ങ, അതുപോലെ ഇത് പേരയ്ക്ക, നല്ല പേരയ്ക്കയുണ്ട്. അതേപോലെ ഇത് നമ്മുടെ കശുമാവ്, പറങ്കി മാങ്ങ. ഇതിൽ ഇപ്പം ഇല്ല. നല്ല രസമല്ലേ ഇതിനൊക്കെ നടക്കാനും. ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ പ്രവാസ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ എന്താ നോക്കണമെന്ന് വിചാരിക്കും. നിറച്ച് മാങ്ങ നിൽക്കുന്നുണ്ട്. മാങ്ങ എന്ന് പറയുന്നത് ഒരു ഭയങ്കര, എന്താ പറയുക, പഴുത്ത് വീണ് കിടക്കാട്ടോ. അതിൽ നല്ലതുണ്ടാവും, കേടുവന്നുണ്ടാവും. പക്ഷെ നമുക്ക് നല്ലത് എടുത്തിട്ട് പോവാം. അയ്യോ, അപ്പോൾ ഞാനൊരു ബക്കറ്റ് എടുത്തിട്ട് വന്നിട്ട് ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് പോട്ടെ. ഇതെൻ്റെ ചേച്ചിയാ. ലഞ്ച് പുറത്തുനിന്നാക്കാന്ന് പറഞ്ഞിട്ട് കാർ എടുത്തിട്ട് ഓടി വന്നപ്പോൾ, കാരണം ഞാനും ഒപ്പം മാത്രമേ ഉള്ളൂ. എപ്പോഴത്തെയും പോലെ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ മന്തിയിൽ തന്നെ എത്തി. കഴിച്ചു തീർന്നപ്പോൾ ഒരു റിലാക്സേഷൻ വേണമെന്ന് തോന്നി നേരെ മലമ്പുഴയ്ക്ക് വിട്ടു. മലമ്പുഴ പോയപ്പോൾ അവിടെ അധികം തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നേരെ കവ റൂട്ടിന് ഒരു ചെറിയ ഡ്രൈവ്, പിന്നെ നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നു. ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് പെയിൻ്റ് അടിച്ച് വരും. JCB സൗണ്ട് കേട്ടാൽ എവിടെയാണെങ്കിലും ഒന്ന് പോയി നോക്കാം. എവിടെ കേൾക്കണ്ട പോകാം. അവരെല്ലാം കണ്ട് ഓടി വന്ന് തണുത്ത വെള്ളത്തിലൊരു കുളിയും കുളിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഫുട്ബോൾ കണ്ടു. എല്ലാ കളിയൊന്നും കാണാൻ പറ്റാറില്ല, പക്ഷേ ടൈം കിട്ടുമ്പോൾ കാണും. പിന്നെ നമ്മുടെ മെസ്സേജസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി റിപ്ലൈ ഒക്കെ കൊടുത്തിട്ട് ഏകദേശം ഒരു ടൈമായി കിടക്കാൻ. അപ്പോൾ നാളെ ഒരു വീഡിയോയിൽ കാണാം.